We've been thinking about what it means to manifest the life of Jesus in these last days. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ അവസാന നാളുകളിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു. You know, one of the things I've observed in Christendom throughout the world ഞാൻ ക്രിസ്തീയതയിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യം is that we can have much more knowledge than life. നമുക്ക് ജീവനേക്കാൾ വളരെയധികം ജ്ഞാനം ഉണ്ടാകുവാൻ കഴിയുമെന്നാണ്. Our knowledge and our life are like two legs we stand on. നമ്മുടെ ജീവനും നമ്മുടെ ജ്ഞാനവും നാം നിൽക്കുന്ന രണ്ട് കാലുകൾ പോലെയാണ്. When a baby is born, the legs are very small. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കാലുകൾ വളരെ ചെറുതാണ്. Have you ever seen a baby as it grows up, one leg growing longer than the other? നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ അത് വളർന്നു വരുമ്പോൾ ഒരു കാല് മറ്റേതിനേക്കാൾ നീളം കൂടിയതായിട്ട്? They grow exactly the same length. അത് ഒരേ നീളത്തിൽ, കൃത്യം നീളത്തിൽ രണ്ടും ആയിരിക്കും. Not even quarter inch more or less. 1/4 ഇഞ്ച് അധികമോ കുറവോ ആയിരിക്കില്ല. Otherwise they won't be able to walk steadily if one leg is longer. ഏതെങ്കിലും ഒരു കാല് നീളം കൂടിയതാണെങ്കിൽ അവർക്ക് നേരെ നടക്കാൻ കഴിയുകയില്ല. But I've seen many Christians who walk like that. എന്നാൽ പല ക്രിസ്ത്യാനികളും അങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. Where their knowledge leg is so long. അവരുടെ അറിവിന്റെ ആ കാല് വളരെ നീളമുള്ളതാണ്. But life is about 1% of that. എന്നാൽ ജീവിതം അതിന്റെ 1% മാത്രം ഉള്ളതാണ്. Knowledge is 100 inches, then 100 centimeters, and the other leg is 1 centimeter. അറിവ് 100 സെന്റിമീറ്റർ നീളവും ജീവിതം 1 സെന്റിമീറ്റർ നീളമുള്ളത്. And that's not a good testimony. അത് നല്ലൊരു സാക്ഷ്യമല്ല. So you need to ask yourself whether your leg is like that. നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കാല് അങ്ങനെയാണോ എന്ന്. 1 Timothy chapter 4. 1 തിമോത്തിയോസ് 4-ാം അധ്യായം. The Holy Spirit says to Timothy. പരിശുദ്ധാത്മാവ് തിമോത്തിയോസിനോട് പറയുന്നു. He was a young man like many of you are. നിങ്ങളിൽ പലരുമായിരിക്കുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. There are two things that you must pay close attention to. നീ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. One, ഒന്നാമത്തേത് your life. നിന്റെ ജീവിതം. Second, your teaching. രണ്ടാമത് നിന്റെ ഉപദേശം. That means your understanding of the life of God and you're living the life of God. അതിന്റെ അർത്ഥം നിന്റെ ദൈവത്തിന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള നിന്റെ അറിവും അത് ജീവിക്കുന്ന ജീവിതവും. Our knowledge and our life must grow in the same length. നമ്മുടെ അറിവും നമ്മുടെ ജീവിതവും ഒരേ നീളത്തിലാണ് വളരേണ്ടത്. And Timothy had been a disciple of Jesus and a worker of the apostle Paul for about 25 years. തിമോത്തിയോസ് യേശുവിന്റെ അപ്പോസ്തലനും പൗലോസിന്റെ സഹപ്രവർത്തനവുമായിട്ട് ഏകദേശം 25 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. And still he needs this exhortation. ഇപ്പോഴും തനിക്ക് ഈ ഒരു ഉപദേശം ആവശ്യമായിരുന്നു. Make sure your life is keeping pace with your knowledge. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അറിവുമായിട്ട് ഒരേ വേഗതയിൽ പോകണം. Take heed to yourself and to your teaching. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിച്ചുകൊള്ളുക. And which is first here? എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്? Your life, then your teaching. നിന്റെ ജീവിതം, അതിനുശേഷമാണ് നിന്റെ ഉപദേശം. It is exactly the opposite in most of Christendom today. ഇത് ക്രിസ്തീയതയിൽ മിക്കവാറും ഇത് നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. So much emphasis on purity of doctrine. ഉപദേശത്തിന്റെ ശുദ്ധതയിൽ വളരെയധികം ഊന്നൽ. I also believe in that. ഞാനും അത് വിശ്വസിക്കുന്നു. But so little emphasis on purity of life. എന്നാൽ ജീവിതത്തിന്റെ ശുദ്ധിയിൽ വളരെ ചെറിയ കുറവ് ഊന്നൽ. So much teaching on 1 Corinthians 12 on the gifts of the Holy Spirit. 1 കൊരിന്ത്യർ 12 പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചുള്ള വളരെയധികമുള്ള പഠിപ്പിക്കലുകൾ. No teaching on Matthew chapter 5, the Sermon on the Mount. എന്നാൽ മത്തായി 5-ലുള്ള
പർവ്വത പ്രസംഗത്തിലുള്ള ഉപദേശം വളരെ കുറവും, so much teaching on Romans chapter 3, 4 and 5. വളരെയധികം ഉപദേശങ്ങൾ റോമർ 3, 4, 5 അധ്യായങ്ങളിൽ നിന്ന്, But hardly any teaching on Romans chapter 6, 7 and 8. എന്നാൽ വളരെ ഒന്നും തന്നെ ഇല്ല റോമർ 6, 7, 8 അധ്യായങ്ങളിൽ നിന്നുള്ള പഠിപ്പിക്കലുകൾ. And Romans 12, റോമർ 12 നിന്നും, where you have life is emphasized. അവിടെയൊക്കെ ജീവനെയാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. So you need to ask yourself, my dear brothers and sisters, നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, is your knowledge of doctrine much more than the length of your life? നിങ്ങളുടെ ഉപദേശത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ നീളത്തേക്കാൾ വളരെ അധികമുള്ളതാണോ എന്ന്. Leg is longer. ഒരു ഏത് കാലാണ് നീളം കൂടിയത്? You're an unstable person if your knowledge of truth is greater than the length of your life. നിങ്ങളുടെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അതിന്റെ നീളം ജീവിതത്തിന്റെ നീളത്തേക്കാൾ അധികമാണെങ്കിൽ അത് നിങ്ങൾ ഒരു സന്തുലിതമല്ലാത്ത ഒരു വ്യക്തിയാണ്. Here it says you must pay close attention to yourself and your teaching. ഇവിടെ പറയുന്നത് നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിക്കണമെന്നാണ്. Both legs. രണ്ട് കാലുകളും, Your life and your teaching. നിന്റെ ജീവിതവും നിന്റെ ഉപദേശവും. The way you live and what you understand of God's word. നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും നീ ദൈവവചനം മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നും. When one leg grows longer, the other must also grow. ഒരു കാലിന് നീളം കൂടുമ്പോൾ അത് വളരുമ്പോൾ മറ്റതും അതേപോലെ തന്നെ വളരണം. When your knowledge increases, your life must also increase. നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും അതേപോലെ തന്നെ വർദ്ധിക്കണം. A co-worker of Paul needed that exhortation. പൗലോസിന്റെ സഹപ്രവർത്തകന് ആ ഒരു ഉപദേശം, പ്രബോധനം ആവശ്യമായിരുന്നു. We will need it till the end of our life. നാം നമ്മുടെ ജീവിത അവസാനം വരെ അത് നമുക്ക് ആവശ്യമാണ്. Persevere in these things, it says here. ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. And then it says, if you live like this, then you will save yourself and you'll save other people. നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കുമെന്നാണ് അതിനുശേഷം പറയുന്നത്. Read that whole verse. ആ വാക്യം മുഴുവൻ വായിക്കുക. Pay close attention to yourself and to your teaching. 16-ാം വാക്യം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. Persevere in these things. ഇതിൽ ഉറച്ചു നിൽക്കുക. If you do this, you will ensure salvation for yourself first of all. അങ്ങനെ ചെയ്താൽ നീ നിന്റെ രക്ഷ ഉറപ്പാക്കും ആദ്യം. And you will save others. അതിനുശേഷം നീ മറ്റുള്ളവരെയും രക്ഷിക്കും. Why is Paul telling Timothy, who's been with him for 25 years, to ensure salvation for himself? എന്തുകൊണ്ടാണ് പൗലോസ് തന്നോടൊപ്പം 25 വർഷം ഉണ്ടായിരുന്ന തിമോത്തിയോസിനോട് തന്റെ രക്ഷ ഉറപ്പാക്കുവാൻ പറയുന്നത്? Supposing somebody tells you that you need to be saved. ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നീ രക്ഷിക്കപ്പെടണം എന്ന്. Ensure salvation for yourself. നിന്റെ തന്നെ രക്ഷ ഉറപ്പാക്കണമെന്ന്. You say, no, I was saved 25 years ago. നിങ്ങൾ പറയും, ഞാൻ 25 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടതാണ്. Timothy was saved 25 years before he got this letter. തിമോത്തിയോസിന് ഈ ലേഖനം ലഭിക്കുന്നതിന് 25 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടതാണ്. But Paul tells him, this is how you'll ensure salvation for yourself. എന്നാൽ ഇവിടെയും പറയുന്നു, ഇങ്ങനെയാണ് നീ നിന്റെ രക്ഷ ഉറപ്പാക്കുന്നതെന്ന് പൗലോസ് പറയുന്നു. The trouble in Christianity is people think of only one salvation. ഈ ക്രിസ്തീയതയുടെ പ്രശ്നം, ആളുകൾ ഒരു രക്ഷയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. That is salvation from hell. അത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. They don't think of salvation from sin. അവര് പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. They call Jesus Savior. അവര് യേശുവിനെ രക്ഷകൻ എന്ന് വിളിക്കുന്നു. And I ask them, what has he saved you from? ഞാൻ അവരോട് ചോദിക്കുന്നു, യേശു എന്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷിച്ചത്? My dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, in love, I want to ask each of you, സ്നേഹത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, are you saved? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? You say yes. നിങ്ങൾ പറയും അതെ. Okay, answer me. എന്നോട് ഉത്തരം പറയുക. Have you been saved from? എന്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? Have you been saved from getting angry? നിങ്ങൾ കോപിക്കുന്നതിൽ നിന്നും രക്ഷിക്കപ്പെട്ടോ?
Have you been saved from lusting with your eyes after women? നിങ്ങളുടെ കണ്ണുകളിലൂടെ സ്ത്രീകളെ മോഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? Have you been saved from the love of money? പണസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? Have you been saved from having an unforgiving attitude to people? നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമയില്ലാത്ത ഒരു മനോഭാവം പുലർത്തുന്നതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? Have you been saved from having a bitter attitude towards your mother-in-law? നിങ്ങളുടെ അമ്മായിയമ്മയോട് ഒരു കയ്പുള്ള മനോഭാവം സൂക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? Have you been saved from being angry with your boss? നിങ്ങളുടെ മേലധികാരിയോട് കോപിക്കുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? You say, no, I'm not saved from all that, but my sins are forgiven. നിങ്ങൾ പറയും, ഇല്ല, അതിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Then you must say, Jesus is not my savior, he's my forgiver. അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, യേശു എന്റെ രക്ഷകനല്ല, യേശു എന്റെ പാപം ക്ഷമിക്കുന്നവനാണ്. He has forgiven your anger. യേശു നിന്റെ കോപത്തെ ക്ഷമിച്ചിരിക്കുന്നു. Forgiven your bitterness. യേശു നിന്റെ കയ്പിനെ ക്ഷമിച്ചിരിക്കുന്നു. Forgiven your lusting. നിങ്ങളുടെ കൺമോഹത്തെ ക്ഷമിച്ചിരിക്കുന്നു. Every sin you confess, he has forgiven. എല്ലാ പാപവും നീ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. But he's not saved you from lusting. എന്നാൽ അത് മോഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടില്ല. Not saved you from anger. അത് നിങ്ങളെ കോപിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല. Not saved you from being bitter against your mother-in-law. നിങ്ങളുടെ അമ്മായിയമ്മയോട് കയ്പായിരിക്കുന്നതിൽ നിന്ന് അത് നിങ്ങളെ രക്ഷിച്ചിട്ടില്ല. Not saved you from the love of money. അത് പണസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടില്ല. You cannot call Jesus your savior. അങ്ങനെയെങ്കിൽ യേശുവിനെ നിങ്ങളുടെ രക്ഷകനെ നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. He is your forgiver. യേശു നിങ്ങളോട് ക്ഷമിക്കുന്നവനാണ്. But when Jesus saves you, then you'll be able to manifest the life of Jesus. എന്നാൽ യേശു നിങ്ങളെ രക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുവാൻ കഴിയും. Because what we have, we are all born with the life of Adam. കാരണം നാം എല്ലാം ജനിച്ചിരിക്കുന്നത് ആദത്തിന്റെ ജീവനോടെയാണ്. And that comes forth from us from the time we are born. അതാണ് നമ്മിൽ നിന്നും നാം ജനിക്കുന്നത് മുതൽ പുറത്തേക്ക് വരുന്ന ജീവൻ. From children, they manifest the life of Adam. അവര് ആദത്തിന്റെ ജീവൻ ഓരോ പ്രാവശ്യവും വെളിപ്പെടുത്തുന്നു. And Jesus came to save us from the life of Adam. നമ്മെ ആദത്തിന്റെ ജീവനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്. For example, ഉദാഹരണത്തിന്, when Adam sinned, and the Lord asked him, did you eat that tree from that tree? കർത്താവ് ചോദിച്ചു, നീ ആ മരത്തിന്റെ ഫലം. You read in Genesis 3:11 that Adam points his finger at his wife. നിങ്ങൾ ഉൽപ്പത്തി 3:11 വായിക്കുന്നു, ആദം തന്റെ ഭാര്യമേൽ കൈ, അതിനുശേഷം ദൈവത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടി. He says, this woman gave it to me. ആദം പറയുന്നു, ഈ സ്ത്രീയാണ് എനിക്കിത് തന്നത്. And you're the one who gave this woman to me. നീയാണ് ഈ സ്ത്രീയെ എനിക്ക് തന്നത്. You see this pointing finger? ഈ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ കാണുന്നോ? Nothing's wrong with me. എനിക്ക് ഒരു കുറവുമില്ല. But this woman has come and spoiled my life. എന്നാൽ ഈ സ്ത്രീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. And you gave me this woman. നീയാണ് ഈ സ്ത്രീയെ എനിക്ക് തന്നത്. You know how many Christians? നിങ്ങൾക്കറിയാമോ എത്ര ക്രിസ്ത്യാനികൾ ആ രീതിയിൽ സംസാരിക്കുന്നുവെന്ന്? He provoked me to sin and she provoked me to sin. അവൻ എന്നെ പ്രകോപിപ്പിച്ചു പാപം ചെയ്യുവാൻ, അവൾ എന്നെ പ്രകോപിപ്പിച്ചു. Did you give me, what type of wife did you give me, Lord? എങ്ങനെയുള്ള ഒരു ഭാര്യയാണ്, എങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് നീ എനിക്ക് തന്നത് കർത്താവേ? Do you think such people can call themselves Christians? നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് അവരെ തന്നെ പറയാൻ കഴിയുമോ? Always point the finger at others and point the finger at God. എപ്പോഴും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുകയും ദൈവത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നവർ. I'm not trying to blame any of you. നിങ്ങളെ ആരെയും കുറ്റം വിധിക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്. Believe me, my aim in preaching is to save people, not blame them. എന്നെ വിശ്വസിക്കുക, എന്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം ആളുകളെ രക്ഷിക്കുവാനാണ്, അവരെ പഴിചാരുവാനല്ല. But like when you go to a doctor, the doctor will first tell you how serious your disease is. നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോകുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ How serious it is. അതെത്ര ഗൗരവമേറിയതാണെന്ന് പറയും. Only you will want healing from it. അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ്.
See, you go to some village woman in the poor old woman in the village and tell her she got cancer. പാവപ്പെട്ട ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയോട് അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ചെന്ന് പറയുകയാണെങ്കിൽ She'll just go to sleep peacefully. She's not bothered. അവൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ അവൾ ഉറങ്ങും. Because she doesn't know what cancer is. കാരണം അവൾക്ക് ക്യാൻസർ എന്താണെന്ന് അറിയത്തില്ല. She doesn't know how serious it is. അത് എത്ര ഗൗരവമുള്ളതാണെന്ന് അവൾക്ക് അറിയില്ല. But you go and tell that to an വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ അത് പറയുകയാണെങ്കിൽ they won't be able to sleep at night. അവർക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുകയില്ല. Because they know the seriousness of cancer. കാരണം അവർക്ക് ക്യാൻസറിന്റെ ഗൗരവം മാരക അവസ്ഥ അറിയാം. I have observed Christianity in many countries. ഞാൻ പല രാജ്യങ്ങളിൽ ക്രിസ്തീയതയെ ഞാൻ And in ശ്രദ്ധിച്ചു. Kerala also. കേരളത്തിലും. And I believe the great need is for people to see how serious sin is. ഞാൻ വിശ്വസിക്കുന്നത് ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം പാപം എത്ര ഗൗരവമേറിയതാണെന്ന് കാണുന്നതാണ്. Then we will have a longing to be free from it, just like if you had cancer. അപ്പോൾ നമുക്ക് ക്യാൻസറിൽ നിന്നും രക്ഷ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിൽ നിന്നും രക്ഷ നേടുവാൻ നാം ആഗ്രഹിക്കും. And when God sees that tremendous desire to be free from it, then the life of Jesus will be manifested in you. നമുക്ക് ആ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മിൽ കർത്താവ് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടും. Otherwise, you can go through these 3 days of conference and hear about manifesting the life of Jesus. അതല്ലെങ്കിൽ നിങ്ങൾ ഈ 3 ദിവസമുള്ള കോൺഫറൻസിൽ സംബന്ധിച്ച് കർത്താവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കാം. And you will go home exactly like you behaved last week and last year. അതിനുശേഷം വീട്ടിൽ പോയി നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ വർഷമോ ഒക്കെ പെരുമാറിയതുപോലെ തന്നെ നിങ്ങൾ പെരുമാറുന്നത് തുടരും. No increasing devotion to Jesus Christ. യേശു ക്രിസ്തുവിനോടുള്ള ഭക്തിയിലുള്ള വർധനവില്ല. And no desire to be patient with your wife and your husband. നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടും ക്ഷമയോടെ ആയിരിക്കുന്നതിന് ഒരു ആഗ്രഹവുമില്ല. And no passionate desire to bring up your children in God-fearing ways. നിങ്ങളുടെ മക്കളെ ദൈവഭക്തിയുള്ള വഴിയിൽ നടത്തുവാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമില്ല. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. In the life of Jesus, there was zero love for money. യേശുവിന്റെ ജീവിതത്തിൽ പൂജ്യമായിരുന്നു പണസ്നേഹം ഉണ്ടായിരുന്നത്. A lot of people gave him money. പല ആളുകൾ യേശുവിന് പണം നൽകിയിരുന്നു. Judas was like a banker who kept the money. യൂദാസ് ഒരു ബാങ്കിൽ പോലെ ആ പണം സൂക്ഷിക്കുന്നവനായിരുന്നു. And there was so much money there that even though Judas was stealing, people did not know it. എന്നാൽ അവിടെ ധാരാളം പണം ഉണ്ടായിരുന്നു. യൂദാസ് അതിൽ നിന്ന് മോഷ്ടിച്ചെങ്കിലും അതിന് കുറവ് വന്നില്ല. The bag looked always full, even though Judas was stealing. ആ ബാഗ് എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി യൂദാസ് അതിൽ നിന്ന് മോഷ്ടിച്ചിട്ടും. That's how much money people were giving. അത്രമാത്രം പണം യേശുവിന് ആളുകൾ നൽകിയിരുന്നു. He had to take care of 12 people and feed them, clothe them, and also their families at home. He had to take care of all that. He needed a lot of money. യേശുവിന് തന്റെ 12 ശിഷ്യന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ പോറ്റേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ആവശ്യമായിരുന്നു. But he never loved 1 paisa in that bag. എന്നാൽ യേശു അതിൽ നിന്നും ഒരു പൈസയെ പോലും ആ ബാഗിൽ നിന്നുള്ള പൈസയെ സ്നേഹിച്ചില്ല. That is the life of Jesus. അതാണ് യേശുവിന്റെ ജീവൻ. Whatever the size of your bank account, you don't love 1 bit of it. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സൈസ് എത്രയാണെങ്കിൽ തന്നെയും അതിന്റെ ഒരു തരിയെ പോലും നിങ്ങൾ സ്നേഹിക്കരുത്. That is the life of Jesus. അതാണ് യേശുവിന്റെ ജീവൻ. First of all, let me ask you, do you want such a life? ഒന്നാമതായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം വേണമോ? A life where you do not love money at all. നിങ്ങൾ പണത്തെ സ്നേഹിക്കാതെ ഇരിക്കുന്ന ഒരു ജീവിതം. Where you have actually zero love for money. യഥാർത്ഥത്തിൽ പൂജ്യം പണസ്നേഹം ഉള്ള ഒരു ജീവിതം. Not easy to be free from it. പണസ്നേഹത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നത് എളുപ്പമുള്ളതല്ല. It's one of the biggest problems with Christians. അത് ക്രിസ്ത്യാനികളുടെ വലിയൊരു പ്രശ്നമാണ്. It's one of the things I prayed for all my life. Lord, I want zero love for money in my life. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, കർത്താവേ എനിക്ക് പൂജ്യം പണസ്നേഹം എൻ്റെ ജീവിതത്തിൽ ആയിരിക്കണം. Even if you give up your job to serve the Lord, you can love money. നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾക്ക് അതിനുശേഷവും പണത്തെ സ്നേഹിക്കാൻ കഴിയും. Love for money is part of the life of Adam. പണസ്നേഹം എന്നുള്ളത് ആദാമിന്റെ ജീവന്റെ That's just one example I'm saying.
ഇതൊരു ഞാൻ പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. The love for sin is also part of the life of Adam. ആദാമിന്റെ ജീവന്റെ ഭാഗമാണ് പാപത്തെ സ്നേഹിക്കുന്ന കാര്യം. Look at the number of Christian men who lust after women. ക്രിസ്തീയ പുരുഷന്മാർ എത്ര പേര് സ്ത്രീകളെ മോഹിക്കുന്നതെന്ന് നോക്കുക. Look at the number of married men who got wives who still lust up with their eyes after other women. ഭാര്യമാരുള്ള എത്ര അവരിപ്പോഴും സ്ത്രീകളെ മോഹിക്കുന്നത് കാണുന്നു. Why is that? എന്തുകൊണ്ടാണത്? Is it because Jesus has no power to save them? അത് യേശുവിന് അവരെ രക്ഷിക്കുവാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണോ? But he will not save anybody who does not want to be saved. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ താല്പര്യമില്ലാത്ത ആരെയും യേശു രക്ഷിക്കുകയില്ല. Just like going to heaven. No, Jesus does not grab people and say, come on, come to heaven. സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെയാണ്. യേശു ആരെയും പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് സ്വർഗത്തിൽ പോകാൻ പറയുകയില്ല. He doesn't stand in the way and say, push people saying, don't go to hell. യേശു വഴിയിൽ നിന്നുകൊണ്ട് ആളുകളെ നിങ്ങൾ നരകത്തിൽ പോകാൻ പറഞ്ഞുകൊണ്ട് ഉന്തി വിടുകയില്ല. See how God is looking from heaven and sees people going to hell all the time, every day, hundreds and hundreds of them. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ആളുകൾ എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ നരകത്തിലേക്ക് പോകുന്നത് ചിന്തിക്കുക. And he allows it. കർത്താവ് അതിന് അനുവദിക്കുന്നു. He doesn't stop them. അവരെ അതിൽ നിന്ന് തടയുന്നില്ല. And he won't stop you from committing sin. നിങ്ങളെയും പാപം ചെയ്യുന്നതിൽ നിന്നും തടയുകയില്ല. If a man is taking a scooter and going to commit adultery somewhere, a Christian believer going to commit adultery. ഒരു മനുഷ്യൻ, ഒരു ക്രിസ്തീയ വിശ്വാസി തന്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് വ്യഭിചാരം ചെയ്യാൻ പോവുകയാണെങ്കിൽ that scooter will not have an accident. ആ സ്കൂട്ടറിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയില്ല. He will go and commit adultery and come back. അവൻ പോയി വ്യഭിചാരം ചെയ്ത് മടങ്ങി വരും. God will not stop him. ദൈവം അവനെ തടസ്സപ്പെടുത്തുകയില്ല. Someone who is planning to cheat in his tax report, God will not stop him. His pen will not dry up that he doesn't write the false report. അവര് ആരെങ്കിലും ഒരു നികുതിയുടെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തുവാനായിട്ട് ചെയ്യുമ്പോൾ ദൈവം അവരെ തടയുകയില്ല. അവരുടെ പേന തെളിയാതെ വരുന്ന രീതിയിലൊന്നും ദൈവം ചെയ്യുകയില്ല. He allows everybody to commit sin as much as they want. എല്ലാവരും അവർക്ക് ആവശ്യമുള്ളത്രയും പാപം ചെയ്യുവാനായിട്ട് കർത്താവ് അനുവദിക്കുന്നു. But he says the punishment for it will be hell finally. എന്നാൽ അവസാനം അതിന്റെ ശിക്ഷ നരകമായിരിക്കുമെന്നും കർത്താവ് പറയുന്നു. Choose to be free from sin. നിങ്ങൾക്ക് പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. That is the meaning of repentance. അതാണ് മാനസാന്തരത്തിന്റെ അർത്ഥം. It means turning around 180 degrees. അത് 180 ഡിഗ്രി തിരിയുന്നതാണ്. That is what we need to do all the time. അതാണ് നാം എല്ലാ സമയത്തും ചെയ്യേണ്ടത്. The way to manifest the life of Jesus is by constant repentance. യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു മാനസാന്തരത്തിലൂടെയാണ്. God is my witness that I repent every day. ദൈവം എന്റെ സാക്ഷിയാണ്, ഞാൻ എല്ലാ ദിവസവും മാനസാന്തരപ്പെടുന്നു എന്നുള്ളതിന്. You say, Brother Zach, are you committing sin every day? നിങ്ങൾ ചോദിക്കും, സാക്, നിങ്ങൾ എല്ലാ ദിവസവും പാപം ചെയ്യുന്നുണ്ടോ? Not the type of sins you're thinking about. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള പാപങ്ങളല്ല. But as long as I am not like Jesus 100%, there is something I have to still repent of where I am not like Jesus. എന്നാൽ ഞാൻ 100% യേശുവിനെ പോലെ ആയിട്ടില്ലാത്തടത്തോളം യേശു ഓരോ കാര്യവും എനിക്ക് മാനസാന്തരപ്പെടാൻ ഉണ്ടായിരിക്കും. For example, I sought to be free from love of money 65 years ago. ഞാൻ 65 വർഷങ്ങൾക്ക് മുമ്പ് പണസ്നേഹത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. As soon as I was converted, ഞാൻ വീണ്ടും ജനിച്ചതിന് ഉടനെ തന്നെ I learned one thing: you cannot love God and money at the same time. One of the first things I learned. ഞാൻ ആദ്യം പഠിച്ച ഒരു കാര്യങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. I was getting a very good salary as a naval officer. എനിക്ക് ആ സമയത്ത് നേവൽ ഓഫീസർ എന്ന നിലയിൽ വളരെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു. The Lord said, don't love it. കർത്താവ് പറഞ്ഞു, അതിനെ സ്നേഹിക്കരുത്. So a lot of it I would give away to poor believers. അതുകൊണ്ട് ഞാൻ ആ പണമെല്ലാം പാവപ്പെട്ട വിശ്വാസികൾക്ക് നൽകുമായിരുന്നു. And keep just enough for myself. എനിക്ക് ആവശ്യമായുള്ളത് മാത്രം വെച്ചിട്ട്. Then when I left the Navy, I gave everything away. ഞാൻ നേവിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഞാൻ മുഴുവൻ നൽകി. But still I said, Lord, I'm not free from the love of money.
അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇപ്പോഴും പണസ്നേഹത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ടില്ല I പൂർണ്ണമായി. learned something. ഞാൻ ഒരു കാര്യം പഠിച്ചത്, Even when I empty my bank account and give it away, I can still love money. ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കി അതെല്ലാം ദാനം ചെയ്താലും എനിക്ക് പണത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന്. People may think, oh, Brother Zach has given up his job to serve the Lord. ആളുകൾ ചിന്തിക്കാം, ഓ, ബ്രദർ സാക്ക് തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നുവല്ലോ, He doesn't love money. അദ്ദേഹം പണത്തെ സ്നേഹിക്കത്തില്ല. But I saw in my heart, എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തിൽ കണ്ടു, even with nothing in the bank account, you can love money. ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലാതെയും പണത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന്. I said, Lord, I don't want a reputation before people that I am free from the love of money. ഞാൻ പറഞ്ഞു, കർത്താവെ, ആളുകളുടെ മുമ്പിൽ ഒരു പേര് എനിക്ക് വേണ്ട, ഞാൻ പണസ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ളതിന്. I want to be 100% free from the love of money, inwardly. എനിക്ക് അകമേ 100% പണസ്നേഹത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. And I'll tell you why. ഞാൻ എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയാം. Because that is the life of Jesus. കാരണം അതാണ് യേശുവിന്റെ ജീവൻ. Jesus had zero love for money. യേശുവിന് 0 പണസ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. That was his life. അതായിരുന്നു യേശുവിന്റെ ജീവിതം. Here you're talking about manifesting the life of Jesus. ഇവിടെ നമ്മൾ യേശുവിന്റെ ജീവിതം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. I want to manifest that life. എനിക്ക് ആ ജീവിതം വെളിപ്പെടുത്തേണ്ടതുണ്ട്. And I'm sure you want also. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും അതിന് ആഗ്രഹമുണ്ടെന്ന്. Okay, let's turn to Luke 16:13. നമുക്ക് ലൂക്കോസ് 16:13 വാക്യത്തിലേക്ക് തിരിയാം. No servant can serve two masters. ഒരു ദാസന് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. Who are the two masters? ആരാണ് 2 യജമാനന്മാർ? Not God and the devil. ദൈവവും പിശാചുമല്ല. Everybody knows you cannot serve both God and the devil at the same time. എല്ലാവർക്കും അറിയാം ദൈവത്തെയും പിശാചിനെയും ഒരേ സമയത്ത് സേവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. Here he says the two masters are, verse 13, God and money. ഇവിടെ 13 വാക്യത്തിൽ പറയുന്ന 2 യജമാനന്മാർ ദൈവവും മാമോനുമാണ്. Mammon means wealth or money. മാമോൻ എന്നാൽ പണം, ധനമാണ്. And he says these are two masters. ഇവിടെ 2 യജമാനന്മാർ ഇവരാണ്. And if you love one, verse 13 first part, you will hate the other. 13 വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ നിങ്ങൾ ഒരുവനെ സ്നേഹിക്കുകയാണെങ്കിൽ മറ്റവനെ നിങ്ങൾ നിരസിക്കും. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? You love money, you hate God. പണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ വെറുക്കും. If you love God, you'll hate money. ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പണത്തെ വെറുക്കും. Read it carefully and tell me if that is not what Jesus said. നിങ്ങൾ അത് ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്നോട് പറയുക, അതല്ലേ യേശു ഉദ്ദേശിച്ചതെന്ന്. I read it carefully and I said, Lord, I don't have that type of hatred towards money. ഞാനത് ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം പറഞ്ഞു, കർത്താവേ, പണത്തോ ആ രീതിയിലുള്ള വെറുപ്പില്ലല്ലോ. That means I don't love you. I think I love you, but I don't. അതിന്റെ അർത്ഥം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നില്ല, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നത് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. I think I love you because I come and sing songs and preach and all that. ഞാൻ പാട്ടുകൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. And I can talk about manifesting the life of Jesus, but it's all a deception. എന്നാൽ അതുപോലെ തന്നെ എനിക്ക് കർത്താവിന്റെ ജീവൻ വെളിപ്പെടുന്നതിനെ കുറിച്ച് പറയാനൊക്കെ കഴിയും, അതെല്ലാം ഒരു വഞ്ചനയാണ്. It is very clear here. You will hate one and love the other. ഇത് വളരെ വ്യക്തമാണ് ഇവിടെ. നിങ്ങൾ ഒരുവനെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും. I understood that quite some years ago. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പേ അത് എനിക്ക് മനസ്സിലായതാണ്. If I want to love God, I got to hate money. എനിക്ക് കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ പണത്തെ വെറുക്കണമെന്നുള്ളത്. You can earn money, but you must not love it. നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ കഴിയും, എന്നാൽ അതിനെ സ്നേഹിക്കരുത്. The other thing he said is, you got to be devoted to one and despise the other. മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞത്, ഒരുവനോട് നിങ്ങൾ ചേർന്നിരിക്കണം, മറ്റവനെ നിരസിക്കണം. So I have to be devoted to God, I must despise money. ഒരുത്തനോട് ഭക്തിയോടെ ആയിരിക്കുമ്പോൾ, കർത്താവിനോട് ഭക്തിയോടെ ആയിരിക്കേണ്ടതിന് ഞാൻ പണത്തെ നിരസിക്കണം, വെറുക്കണം. Some people think I'm teaching some strange doctrine. ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ഏതോ വിചിത്രമായിട്ടുള്ള ഉപദേശമാണ് പഠിപ്പിക്കുന്നതെന്ന്. Please read verse 13 and see if what I'm saying is true or not. നിങ്ങൾ 13 വാക്യം വായിച്ചിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. It's very simple words. വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ. No one can serve God and money. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. He wants to love God, he must hate money. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക്
പണത്തെ വെറുക്കണം. If you love money, whether you know it or not, you're hating God. നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത്. If you want to be devoted to God, you must despise money. നിങ്ങൾക്ക് കർത്താവിനോട് നിങ്ങൾക്ക് പറ്റിച്ചേരണമെങ്കിൽ നിങ്ങൾ പണത്തെ നിങ്ങൾ തുച്ഛീകരിക്കണം. If you don't despise money, whether you know it or not, you're not devoted to God. പണത്തെ നിങ്ങൾ തുച്ഛീകരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തോട് നിങ്ങൾ ഭക്തിയുള്ളവരായിരിക്കുകയില്ല. Okay, dear brothers and sisters, answer one question. ശരി സഹോദരി സഹോദരന്മാരെ, ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. Many of you have heard hundreds of sermons from so many preachers. നിങ്ങൾ പലരും പല പ്രസംഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. Has any of you ever heard anybody explain this verse to you like I explained it to you just now? ഈ വാക്യം ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു തന്നതുപോലെ മറ്റാരെങ്കിലും വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Why? Why haven't you heard it? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കേൾക്കാതിരുന്നത്? Because the preachers themselves are not obeying that verse. കാരണം ആ പ്രസംഗകർ തന്നെയും ആ വാക്യം അനുസരിക്കുന്നില്ല. Most of the preachers and pastors I have met in my life love money like anything. ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും പാസ്റ്റർമാരും പ്രസംഗകരും മറ്റെല്ലാത്തിനേക്കാൾ അധികം പണത്തെ സ്നേഹിക്കുന്നവരാണ്. They don't love God then. അവർ ദൈവത്തെ അപ്പോൾ സ്നേഹിക്കുന്നില്ല. That's what I'm saying. That's what Jesus says in this verse. അത് ഞാൻ പറയുന്നതല്ല, ഈ വാക്യത്തിലൂടെ യേശു പറയുന്നതാണ്. They don't despise money, all these preachers and pastors. അവർ ഈ പ്രസംഗകരും പാസ്റ്റർമാരും അവര് പണത്തെ തുച്ഛീകരിക്കുന്നില്ല. And how can they say they are devoted to God according to this verse? അങ്ങനെ വരുമ്പോൾ അവർക്ക് എങ്ങനെ പറയാൻ കഴിയും അവര് കർത്താവിനോട് ഭക്തിയുള്ളവരാണെന്ന്? You know why people hate, a lot of preachers hate Zach Poonen? നിങ്ങൾക്കറിയാമോ പല പ്രസംഗകരും സാക് പുന്നനെ വെറുക്കുന്നു എന്നുള്ളത്? Because I explained this verse like this. കാരണം ഈ വാക്യത്തെ ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നതുകൊണ്ടാണ്. Tell me if there's any other explanation to this verse than what I told you just now. നിങ്ങൾ എന്നോട് പറയുക, ഈ ഞാൻ വിശദീകരിച്ചതിന് വിപരീതമായിട്ടോ അതിന് വ്യത്യാസമായിട്ടോ ഏതെങ്കിലും ഒരു വിശദീകരണമുണ്ടോ? I stand before God and say, Lord, to the best of my ability, I have tried to obey that verse in my life. ഞാൻ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, കർത്താവേ, എന്റെ കഴിവിന്റെ പരമാവധി ഈ വാക്യം അനുസരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. I know that if I don't obey that, I will lose the anointing of God in my life. എനിക്കറിയാം ഈ വാക്യം ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ അഭിഷേകം എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന്. And if I tell a lie about this, again I'll lose the anointing. ഇതിനെക്കുറിച്ച് ഒരു കള്ളം എനിക്ക് So this is why in many places they don't like CFC churches. ഇതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അവർക്ക് CFC സഭകളോട് താല്പര്യമില്ലാത്തത്. We preach this not a high standard, the standard of Jesus Christ. That's all we are preaching. നാം വലിയ ഉയർന്ന നിലവാരമല്ല പ്രസംഗിക്കുന്നത്, യേശുവിന്റെ നിലവാരമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. All of Christendom has lowered Jesus' standard. ക്രിസ്തീയത മുഴുവനും യേശുവിന്റെ നിലവാരത്തെ താഴ്ത്തി കളഞ്ഞിരിക്കുന്നു. Jesus said, you must love your enemies. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. If there is one enemy I have whom I don't love, I have disobeyed that command. ഞാൻ സ്നേഹിക്കാത്ത ഒരു ശത്രു എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ കൽപ്പന ഞാൻ അനുസരണക്കേട് കാണിച്ചു അതിനോട്. He said, bless those who curse you. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. If there is one person who cursed me and I have not blessed him, I have disobeyed the command. ഒരു വ്യക്തി എന്നെ ശപിച്ച ഒരു വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ആ കൽപ്പന അനുസരിക്കുന്നില്ല. Pray for those who despitefully use you and persecute you. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും നിങ്ങളെ മുതലെടുക്കുന്നവരേക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ട്. There's one person who has persecuted me and I don't pray for him, I have disobeyed that command. നിങ്ങളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുന്നില്ല. Jesus said, be anxious for nothing. യേശു പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Seek God's kingdom first and he will add everything for you. കർത്താവിന്റെ ദൈവത്തിന്റെ രാജ്യം മുമ്പേ അന്വേഷിക്കുക, മറ്റെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. Everything that you need, not everything you want, but everything you need. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാമല്ല, നിങ്ങൾക്ക് ആവശ്യമായതുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. God has not promised to give us everything we want. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കർത്താവ് തരുമെന്ന് ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല. A good father will never give his child everything they ask for. ഒരു നല്ല പിതാവ് അവർ ചോദിക്കുന്നതെല്ലാം മക്കൾക്ക് കൊടുക്കുകയില്ല. Give them what they need. അവർക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം കൊടുക്കുന്നു. So God says, seek God's kingdom first, everything that you need will be given to you.
അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവത്തിന്റെ രാജ്യം മുമ്പേ അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമായതുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. I have proved that for more than 60 years in my life. ഞാൻ അത് എന്റെ ജീവിതത്തിന്റെ 60 വർഷങ്ങൾക്ക് അധികം അതിനെ തെളിയിച്ചിരിക്കുന്നു. But there's no need to be anxious about anything. ഒരു കാര്യത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല. Even when your bank account is close to zero, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 0 അടുത്താണ് സംഖ്യ ഉള്ളതെങ്കിലും God will take care of you. ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. No, we are missing so much by not trusting God. നാം കർത്താവിനെ ആശ്രയിക്കാത്തത് കൊണ്ട് പലതും നഷ്ടപ്പെടുന്നു. I know one full-time Christian worker who trusted Lord for his needs. മുഴുസമയ ക്രിസ്തീയ പ്രവർത്തകൻ തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവിൽ ആശ്രയിച്ച ഒരുവനെ എനിക്കറിയാം. Dear brother, നല്ല ഒരു സഹോദരൻ. he had 2-3 children. അദ്ദേഹത്തിന് 2-3 മക്കളുണ്ടായിരുന്നു. They were living very simply. വളരെ ലളിതമായിട്ട് ജീവിക്കുമായിരുന്നു. Very little money and they were taking care of themselves. They had very little money for their needs. അവർക്ക് വളരെ അല്പം പണം മാത്രമേ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. One day one of the children said, ഒരിക്കൽ ഒരു മകൻ ചോദിച്ചു, Mummy, I'd like to have some fish today. അമ്മേ, എനിക്ക് അല്പം മീൻ ഇന്ന് ആഗ്രഹമുണ്ട്. Oh, Mummy said, fish is expensive, my child. മമ്മി പറഞ്ഞു, മീന് വില കൂടുതലാണ് കുഞ്ഞെ. But you pray. എന്നാൽ നീ പ്രാർത്ഥിക്കുക, The Lord will give us something. കർത്താവ് നമുക്ക് തരും. And the child prayed. ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചു. And that day, some brother bought some fried fish to their house. ആ ദിവസം ഏതോ സഹോദരൻ വറുത്ത മീനുകൾ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. You think that child will forget that for the rest of his life? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ കുഞ്ഞ് അവന്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ എപ്പോഴെങ്കിലും അത് മറന്നു പോകുമെന്ന്? What a wonderful testimony. എത്ര മനോഹരമായ സാക്ഷ്യം. I heard that testimony and I don't forget it. ഞാൻ ആ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ അതൊരിക്കലും മറന്നിട്ടില്ല. I can tell you many stories like that I have experienced in my life. അങ്ങനെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയും. I say to you, my brothers and sisters, ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ പ്രിയ സഹോദരന്മാരെ, there are many things that you do not experience because you don't really ask God to give it to you. നിങ്ങൾ പല കാര്യങ്ങളും അനുഭവിക്കാത്തതിന്റെ കാരണം അത് തരുവാൻ കർത്താവിനോട് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. I have prayed for certain things. ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. I have never prayed for more money. ഞാൻ കൂടുതൽ പണത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. I have prayed to be completely free from anxiety and fear. ഞാൻ ആകുലതയിൽ നിന്നും ഭയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിക്കാൻ പ്രാർത്ഥിച്ചിരുന്നു. I keep on praying. ഞാൻ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നു. Because new things come up which can cause anxiety or fear. കാരണം പുതിയ കാര്യങ്ങൾ ആകുലതയോ ഭയമോ ഉളവാക്കാനായിട്ട് തക്ക കാര്യങ്ങൾ വന്നു. I say, Lord, I want to manifest the life of Jesus. ഞാൻ പറയുന്നു, കർത്താവേ, എനിക്ക് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തണം. And in the life of Jesus there was zero anxiety and zero fear. എനിക്കറിയാം യേശുവിന്റെ ജീവിതത്തിൽ 0 ആകുലതയും 0 ഭയവും ആണ് ഉണ്ടായിരുന്നത്. And he keeps on telling me, fear not, I am with you, fear not, I am with you. കർത്താവിനോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് എന്നാണ്. I say, Lord, I want to live such a way that I imagine Jesus is physically standing next to me. എനിക്ക് കർത്താവ് യഥാർത്ഥത്തിൽ എന്റെ അടുത്ത് നിൽക്കുന്നുള്ളത് പോലെ ഒരു ജീവിതമാണ് എനിക്ക് നയിക്കേണ്ടത്. How would you feel if Jesus was physically standing next to you? യേശു നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? You would have no fear. നിങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടായിരിക്കില്ല, No anxiety. ഒരു ആകുലതയും ഉണ്ടായിരിക്കില്ല. That is how we have to live every day. അങ്ങനെയാണ് നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കേണ്ടത്. What is the last verse in the Gospel of Matthew? അതാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന വാക്യം. Lo, I am with you always until the end of the world, end of the age. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. You believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Lord, you're with me till the end of the world. ലോകാവസാനത്തോളം കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടോ? If Jesus were physically with me, how much anxiety will I have? യേശു എന്റെ കൂടെ ഒരു മനുഷ്യനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം ആകുലത ഉണ്ടായിരിക്കും. Anything comes up, I'll say, Lord, please handle this. എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഇതിനെ കൈകാര്യം ചെയ്യണമേ. Or some other problem, I say, Lord, please handle that.
മറ്റേതെങ്കിലും ഒരു പ്രശ്നം, കർത്താവെ ഇത് കൈകാര്യം ചെയ്യണമേ. Do you really believe that Christ is with you? നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടെന്ന്? You say, closer than being near me, he's inside me. കർത്താവ് എന്റെ അടുത്ത് ഉള്ളതിനേക്കാൾ വളരെ അടുത്ത് എന്റെ ഉള്ളിലാണ് ഉള്ളത്. Why don't we believe? എന്തുകൊണ്ടാണ് നാം അത് വിശ്വസിക്കാത്തത്? Because the reality of the presence of Jesus is not there in our heart. കാരണം യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ആ യാഥാർത്ഥ്യബോധം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിലില്ല. We cannot manifest the life of Jesus. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. Manifest anxiety നമുക്ക് ആകുലതയെ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. and fear ഭയം വെളിപ്പെടുത്തും, and complaining പരാതി പറച്ചിൽ and വെളിപ്പെടുത്തും, grabbing more and more money. കൂടുതൽ പണം സമ്പാദിക്കുന്നത്. So the solution to all this is, ഇതിന്റെ എല്ലാം പരിഹാരം, I want to have the constant of the presence of Jesus with me. എനിക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തുടർമാനമായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. And that is why the Bible says, be filled with the Holy Spirit. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്ന്. Turn with me to John 14 verse 16. യോഹന്നാൻ 14:16 വാക്യത്തിലേക്ക് തിരിയാം എന്നോട്. I will ask the Father and he'll give you another helper to be with you forever. 14:16. യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. That is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. To be with me forever. എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന്. And when Jesus spoke to them, the Holy Spirit was not inside them. യേശു ഇത് അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. He was with them, അവരോട് കൂടെ ഉണ്ടായിരുന്നു, but not inside. എന്നാൽ ഉള്ളിലില്ലായിരുന്നു. The day of Pentecost, he came inside. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു. That's why he says in verse 17, the last part, he is now with you, but he will be in you one day. അതുകൊണ്ടാണ് 17-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. You cannot manifest the life of Jesus in the last days if the Holy Spirit is not in you and filling you. ഈ അവസാന നാളുകളിൽ യേശുവിന്റെ ജീവനെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുകയില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നില്ലെങ്കിൽ. You know, I used to go to the Brethren Assembly. നിങ്ങൾക്കറിയാമോ, ഞാൻ ബ്രദറൻ അസംബ്ലിയിൽ പോകുമായിരുന്നു. And there I learned to study the Bible. അവിടെ ഞങ്ങൾ ബൈബിൾ പഠിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. And I study the Bible. ബൈബിൾ തുടർച്ചയായിട്ട് പഠിക്കുമായിരുന്നു. There are some very good people there. അവിടെ വളരെ നല്ല ചില ആളുകളുണ്ട്. They never teach about being filled with the Holy Spirit. എന്നാൽ അവര് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനെ കുറിച്ച് ഒരിക്കലും പഠിപ്പിച്ചിരുന്നില്ല. So I said, I was young, 23 years old, and I said, Lord, I need to know how to be filled with the Holy Spirit because I read that in the New Testament. ഞാൻ 23 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ട് കർത്താവെ, പുതിയ നിയമത്തിൽ അത് എഴുതിയിരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് അറിയണം. So people said, go to the Pentecostals, they'll tell you. അപ്പോൾ ആളുകൾ പറഞ്ഞു, പെന്തക്കോസ്തുകാരുടെ അടുക്കൽ ചെല്ലുക, അവർ നിങ്ങളോട് പറയും. I've said this many times, but I don't mind repeating it 100 times. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ 100 വട്ടവും ഇത് ആവർത്തിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. I went to the Pentecostals and I was disappointed because that chap tried to make me speak in tongues. ഞാൻ പെന്തക്കോസ്തുകാരുടെ അടുക്കൽ പോയി, എന്നിട്ട് ഞാൻ നിരാശനായിട്ടാണ് മടങ്ങിയത്. കാരണം ആ വ്യക്തി എന്നെ അന്യഭാഷയിൽ സംസാരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. You can't teach a person like you teach them Malayalam or Tamil or something. മലയാളമോ തമിഴോ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഒരാളെ പഠിപ്പിക്കുവാൻ കഴിയുകയില്ല. Teaching tongues is a fake. That's not the real tongues. അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഭാഷകൾ അത് വ്യാജമായിട്ടുള്ള ഭാഷ, അത് യഥാർത്ഥമായിട്ട് 95% of Pentecostals have that. അതാണ് 95% പെന്തക്കോസ്തുകാർക്കുള്ളത്. And the Holy Spirit comes in. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ, I'll tell you what I wanted. ഞാൻ പറയാം ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന്. I wanted a new tongue that will never get angry. എനിക്ക് പുതിയൊരു നാവാണ് ഞാൻ ആവശ്യപ്പെട്ടത്, ഒരിക്കലും കോപിക്കാത്ത നാവ്. A new tongue that will never gossip about other people. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാത്ത ഒരു പുതിയ നാവ്.
A new tongue that will always speak kind, gracious words. ഒരു പുതിയ നാവ് എപ്പോഴും ദയയുള്ള കൃപ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്ന A new tongue that will speak strong words against sin and the lovers of money. പുതിയ നാവ് എപ്പോഴും പാപത്തിനെതിരെയും പണസ്നേഹിക്കുന്നവരെതിരെയും ആയിട്ട് ശക്തമായിട്ട് സംസാരിക്കുന്നവർ നാവ്. That type of tongue is unknown among many believers. അങ്ങനെയുള്ള നാവ് വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ കേട്ടറിവ് പോലും ഇല്ലാത്തതാണ്. I said, Holy Spirit of God, give me that type of language. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഒരു ഭാഷയാണ് എനിക്ക് നൽകേണ്ടത്. I want you to make the presence of Jesus real to me. അങ്ങനെ യേശുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ എനിക്ക് യഥാർത്ഥമായി തീരണം. That's what he said. I'll ask the Father, verse 16, he'll give you another helper. അതാണ് കർത്താവ് പറഞ്ഞത് 16-ാം വാക്യത്തിൽ, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകും. That means another. മറ്റൊരു എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ എന്നാണ് പറയുന്നത്. Who was the first one? ആരാണ് ഒന്നാമത്തെ? Jesus. യേശുവാണ് ആദ്യത്തെ കാര്യസ്ഥൻ. He says, here I'm going to send you another helper just like me. കർത്താവ് പറയുന്നത്, എന്നെ പോലെ തന്നെയുള്ള മറ്റൊരു സഹായകനെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. I am only with you, outside you now. ഞാനിപ്പോൾ നിങ്ങളുടെ പുറത്ത് നിങ്ങളോട് കൂടെയാണുള്ളത്. I can calm the storm and do miracles on the outside for you. എനിക്ക് കൊടുങ്കാറ്റുകളെ ശമിപ്പിക്കാനും പുറമെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. I can't do anything inside your mind and your heart until I come inside you. എന്നാൽ നിങ്ങളുടെ മനസ്സിലോ ഹൃദയത്തിലോ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് വരെയും ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല. So I'm praying the Father will send the Holy Spirit. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. The Holy Spirit will free you from the love of money. പരിശുദ്ധാത്മാവ് പണസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. The Holy Spirit will free you from anxiety. ആകുലതയിൽ നിന്നും നിങ്ങളെ പരിശുദ്ധാത്മാവ് വിടുവിക്കും. The Holy Spirit will make you love people who hate you. നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. The Holy Spirit will make you rejoice always. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരാക്കി തീർക്കും പരിശുദ്ധാത്മാവ്. The greatest need, my brothers and sisters, in your church, among you, is to be baptized and filled with the Holy Spirit. നിങ്ങളുടെ സഭകളിലും ഏറ്റവും വലിയ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതുമാണ്. You young people, do you know what you need? നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവരെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് അറിയാമോ? Manifest the life of Jesus. യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. Not some more teaching. കൂടുതൽ ഉപദേശമല്ല. You got enough teaching now. നിങ്ങൾക്ക് ആവശ്യത്തിന് പഠിപ്പിക്കലുകൾ ലഭിച്ചിട്ടുണ്ട്. You will manifest the life of Jesus only when you are filled with the Holy Spirit. നിങ്ങൾ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മാത്രമാണ്. I remember the days when I cried out to God, Lord, I want the baptism in the Holy Spirit and fire. ഞാൻ ഓർക്കുന്നു, ഞാൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചത്, കർത്താവെ പരിശുദ്ധാത്മാവിനാൽ തീരായുള്ള സ്നാനം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. A person can paint a beautiful picture of a fire on a wall. ഒരു മനുഷ്യന് ഒരു ഭിത്തിയിൽ വളരെ മനോഹരമായിട്ടുള്ള തീയുടെ ചിത്രം വരയ്ക്കുവാൻ കഴിയും. From a distance you look at it with the light shining on it, you think, oh, it's real fire. ഒരു ദൂരത്തിൽ നിന്ന് അത് നോക്കുമ്പോൾ അതിൽ ഒരു വെളിച്ചം തട്ടുമ്പോൾ, ഓ, ഇത് യഥാർത്ഥ തീ പോലെ തോന്നുമല്ലോ. You come near it, there's no warmth or heat. എന്നാൽ അതിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല. That is what I find in many people who claim to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന പല ആളുകളിലും അതാണ് ഞാൻ കാണുന്നത്. Painted fire. അത് വരയ്ക്കപ്പെട്ട ഒരു തീയാണ്. Those so-called spirit-filled people, they still love money, they still get angry. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടെന്ന് പറയുന്ന ആളുകൾ അവരിപ്പോഴും കോപിക്കുന്നു, ഇപ്പോഴും പണത്തെ സ്നേഹിക്കുന്നു. They still fight at home with their wives and husbands. അവരുടെ ഭാര്യയോടും ഭർത്താവിനോടും ഇപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. They speak in tongues in the Sunday morning. ഞായറാഴ്ച രാവിലെ അന്യഭാഷയിൽ അവർ സംസാരിക്കുന്നു. In the afternoon in mother tongue they shout at each other. വൈകുന്നേരം അവരുടെ മാതൃഭാഷയിൽ തമ്മിൽ കോപിക്കുന്നു. This is the deception. ഇതൊരു വഞ്ചനയാണ്. Not the life of Jesus. ഇത് യേശുവിന്റെ ജീവനല്ല. To manifest the life of Jesus, you must be always filled with the Holy Spirit. യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തേണ്ടതിന് നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിരിക്കണം. So that is what I'll say in conclusion. ഇതാണ് ഞാൻ സമാപിപ്പിക്കുമ്പോൾ പറയാൻ. There are so many different aspects of the life of Jesus. യേശുവിന്റെ ജീവിതത്തിന്റെ പല മേഖലകളുണ്ട്. His humility. യേശുവിന്റെ താഴ്മ. Willing to wash people's feet.
ആളുകളുടെ പാദങ്ങളെ കഴുകാനുള്ള ആ മനസ്സ്, Never want any title or position. ഒരു സ്ഥാനമോ ആഗ്രഹിക്കാത്ത ഒരു Never കാര്യം, seeking any honor from anybody. ഒരു മനുഷ്യരിൽ നിന്നും ആരിൽ നിന്നും മാനം അന്വേഷിക്കാത്ത കാര്യം, Zero love for money. ഒരു പൂജ്യം പണസ്നേഹം, Always ready to forgive anybody. എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള സന്നദ്ധത. People called him the devil. He said, "Forgive, you are forgiven." പിശാചെന്ന് തന്നെ വിളിച്ചപ്പോഴും നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞു. And complete freedom from anxiety. ആകുലതയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിടുതൽ. He would go to Jerusalem where they wanted to kill him. അവര് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ച സമയത്ത് യെരൂശലേമിലേക്ക് യേശു പോയി. But he knew nobody could touch him till his time came. എന്നാൽ തന്റെ സമയം വരുന്നത് വരെ ആർക്കും തന്നെ തൊടുവാൻ കഴിയില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. Such peace in his heart. താൻ അത്രമാത്രം തന്റെ സമാധാനത്താൽ ഹൃദയം നിറഞ്ഞിരുന്നു. Can we produce that life ourselves? ആ ജീവിതം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമോ? You can hear all these messages in this conference and say, "Okay, from tomorrow onwards, I'm going to live like that." ഈ കോൺഫറൻസിൽ സന്ദേശങ്ങളെ കേട്ടതിന് ശേഷം നാളെ മുതൽ ഇതുപോലെ ഞാൻ ജീവിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് പറയാം. I believe many of you are very sincere in your desire. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പലരും നിങ്ങളുടെ ആ ആഗ്രഹത്തിൽ നിങ്ങൾ സിൻസിയർ ആണ്. I want to tell you the truth. You will not be able to manifest the life of Jesus even though you heard it for 3 days. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ 3 ദിവസമായിട്ട് അത് കേട്ടെങ്കിലും യേശുവിന്റെ ജീവിതം വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Maybe one day it will work and afterward, day after tomorrow, you'll forget it. എന്നാൽ ഒരുപക്ഷെ ഒരു ദിവസത്തേക്ക് അത് പ്രവർത്തിക്കും, എന്നാൽ മറ്റന്നാൾ അത് നിങ്ങൾ മറന്നുപോകും. What you need is to be filled with the Holy Spirit. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ് Every day. എല്ലാ ദിവസവും. So let me conclude with that. John chapter 7. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. 2 requirements to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് 2 ആവശ്യങ്ങളുണ്ട്. Not 25 requirements, only 2. 25 ആവശ്യങ്ങളല്ല, 2 നിബന്ധനകൾ മാത്രം. Think of it, all of you. This is what I found my life, and God filled me with the Holy Spirit. ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയതും ദൈവം എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ചതും. And not just once, continually to fill me with the Holy Spirit. ഒരു പ്രാവശ്യം മാത്രമല്ല, തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറച്ചിരിക്കുന്നത്. Not only gave me unknown tongues, he controlled my mother tongue. എനിക്ക് അന്യഭാഷ തരിക മാത്രമല്ല, എന്റെ മാതൃഭാഷയെ നിയന്ത്രിക്കുവാനും കർത്താവ് എനിക്ക് വരം തന്നു. Called me from anger, എന്നെ കോപത്തിൽ നിന്നും എന്നെ വിടുവിച്ചു, complaining, പരാതിയിൽ നിന്നും വിടുവിച്ചു, speaking evil of others. മറ്റുള്ളവരുടെ ദോഷം സംസാരിക്കുന്നതിൽ നിന്നും വിടുവിച്ചു. That's a new tongue. That is a new tongue. അതൊരു നേരെ യു ടേൺ ആയിരുന്നു. A new language. അതൊരു പുതിയ ഭാഷയായിരുന്നു. That's what the Holy Spirit gave me. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. Language of purity and love. ശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഭാഷ. Now, here are the 2 conditions which I found in the Bible. ഇതാണ് അതിനുള്ള ബൈബിൾ പറഞ്ഞിരിക്കുന്ന 2 നിബന്ധനകൾ. John 7:37 and 38. യോഹന്നാൻ 7:37-38. Number 1. ഒന്നാമത്തേത്, Are you thirsty? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? Number 2. രണ്ടാമത്തേത്, Believe. Do you believe Jesus will do it for you? യേശു അത് നിങ്ങൾക്ക് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? If you have a thirst and you don't have faith, you won't have it. നിങ്ങൾക്ക് വിശപ്പുണ്ട് എന്നാൽ നിങ്ങൾക്ക് ദാഹമുണ്ട് എന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല. Or you believe he'll give it for you, but you have no thirst for it. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ദാഹമില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. You won't get it. നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല. It's when 2 wires touch in the switch that the light comes on. അത് 2 വയറുകൾ, ഒരു സ്വിച്ചിന്റെ 2 വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകുന്നത് പോലെയാണ്. These are the 2, faith and thirst. ഇതാണ് അത് രണ്ടും, വിശ്വാസം, ദാഹം. Do you have a thirst? Say, Lord, I'm willing to pay any price to be filled with the Holy Spirit. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദാഹമുണ്ടോ? കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് എന്ത് വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന്. I'm willing to give up anything, do anything. I want to be filled with the Holy Spirit. ഞാൻ എന്തും നഷ്ടപ്പെടുത്തുവാനായിട്ടും എന്തും നൽകുവാനായിട്ടും ഞാൻ തയ്യാറാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. Any friendship you want me to give up, I'll give up. ഏത് സുഹൃത്ബന്ധവും അങ്ങ് വിട്ടുകളയാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അത് വിട്ടുകളയാൻ തയ്യാറാണ്. I'm willing to give up. ഏതൊരു ശീലവും അങ്ങേക്ക് ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നു. Give me the power.
എനിക്ക് അതിനുള്ള ശക്തി നൽകണമേ. And I believe you will do it. അങ്ങ് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I remember somebody who heard me preach this. ഞാൻ ഓർക്കുന്നു ഇത് ഞാൻ പ്രസംഗിച്ചത് കേട്ട ആരോ, One sister, young sister, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സഹോദരി, she went home അവൾ വീട്ടിൽ പോയി after the conference, കോൺഫറൻസിന് ശേഷം locked herself in a room, അവളെ ഒരു മുറിക്കുള്ളിൽ കഥ അടച്ചിരുന്നു. and said, Lord, I'm not getting out till you fill me with the Holy Spirit. പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങ് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുന്നില്ല. God filled her. കർത്താവ് അവരെ ദൈവം നിറച്ചു. I'm not asking you to imitate her. ആ കാര്യം അതുപോലെ ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. Because you can imitate that without a thirst in your heart. നിങ്ങൾക്ക് അവളെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ദാഹമില്ലാതെ അത് അനുകരിക്കാൻ കഴിയും. Imitating the external action, you go home and lock yourself in a door, God may not meet with you. പുറമേയുള്ള പ്രവൃത്തിയെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി മുറിയിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് ദാഹമില്ലാതെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകി. Tremendous thirst in your heart. എന്നാൽ നിങ്ങൾക്ക് വലിയൊരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, God will, my Father will do it for me. അതുപോലെ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കാര്യം, you don't have to lock yourself in a room. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറിയിൽ അടച്ചിരിക്കേണ്ട കാര്യമില്ല. One day God will fill you, definitely. ഒരു ദിവസം നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. That is what I want to say in conclusion. അതാണ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. There's a great need to manifest the life of Jesus in the last days. അവസാന നാളുകളിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തേണ്ടതിന്റെ വലിയൊരു ആവശ്യമുണ്ട്. There is only one way. അതിന് ഒരു വഴിയേ ഉള്ളൂ. Seek to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനെന്നത് ആഗ്രഹിക്കുക. Every day to be continuously filled. ഓരോ ദിവസവും, എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുക. When God filled me first 50 years ago, ഞാൻ ഓർക്കുന്നു, ദൈവം ആദ്യമായിട്ട് എന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് നിറച്ച, I have the same desire today to be filled and filled and filled and filled. ഇന്നും അതേ ആഗ്രഹം നിറയപ്പെടുവാനായിട്ട് എനിക്കുണ്ട്. The cup is filled. കപ്പ് നിറയപ്പെട്ടിരിക്കുന്നു. It has a greater hunger, it becomes a bucket. അതിനുശേഷം വീണ്ടും അതൊരു ബക്കറ്റായി തീരുന്നു. If you have a hunger, നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, and then you have more hunger, it becomes a tub. നിങ്ങൾക്ക് കൂടുതൽ ദാഹമുണ്ടെങ്കിൽ അതൊരു വലിയ ടബായി തീരുന്നു. And you have more hunger, it becomes like a little pond of water. അതിനുശേഷം അതിലും വലിയ ദാഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളമുള്ള ഒരു കുളം. More hunger, it becomes like a river. അതിലും അധികം ദാഹമുണ്ടാകുമ്പോൾ അതൊരു നദി പോലെ തീരുന്നു. Still are not satisfied, you'll become many rivers. ഇപ്പോഴും നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ പല നദികളായി തീരും അത്. That's how God has worked in my life. അങ്ങനെയാണ് ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. Started as a little cup. അതൊരു ചെറിയ കപ്പായിട്ടാണ് ആരംഭിച്ചത്. Very little water. Very little water. വളരെ കുറച്ച് വെള്ളം. But as I hungered and thirsted, it became more and more and more and more. കൂടുതൽ ദാഹിക്കുകയും വിശക്കുകയും ചെയ്തപ്പോൾ അത് കൂടി വന്നു. My thirst is not finished. I'm still thirsting more, even today. എന്റെ ദാഹം ശമിച്ചിട്ടില്ല, ഇപ്പോഴും അധികമായിട്ട് ഞാൻ ദാഹിക്കുന്നു. I want to manifest more of the life of Jesus than I have ever manifested in my whole life. ഞാൻ ഇതുവരെയും വെളിപ്പെടുത്തിയതിൽ അധികമായിട്ട് യേശുവിന്റെ ജീവൻ ഇനി വെളിപ്പെടുത്തേണ്ടതുണ്ട്. In my home first of all. എന്റെ ഭവനത്തിൽ ആദ്യമായിട്ട്. And then in my fellowship with people. അതിനുശേഷം മറ്റുള്ളവരുടെ my contact with worldly people everywhere. എന്റെ ലോകീയരായിട്ടുള്ള ആളുകളോടുള്ള എന്റെ സമ്പർക്കത്തിലും എല്ലായിടത്തും. God will do that for you also. ദൈവം അത് നിങ്ങൾക്കും ചെയ്യും. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, help us not to go away with a lot of knowledge and theories. പല അറിവുകളും തിയറിയുമായിട്ട് വീട്ടിൽ പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. Help us to have a real hunger and thirst that will be satisfied in the days to come. യഥാർത്ഥത്തിലുള്ള ഒരു വിശപ്പും ദാഹവും ഇനി വരുന്ന നാളുകളിൽ ശമിപ്പിക്കപ്പെടുന്ന ആ ഒരു ദാഹവും വിശപ്പും ഞങ്ങൾക്ക് നൽകണം. All these people sitting here will experience a genuine fullness of the Holy Spirit. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള നിറവ് അനുഭവിക്കണം കർത്താവേ. Please help everyone, Lord. കർത്താവേ, അവരെ സഹായിക്കണം. And especially the young people here. പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. Amen. ആമേൻ.
Thank you very much, brothers and sisters, for listening to me. നന്ദി സഹോദരി സഹോദരന്മാരെ എന്നെ ശ്രദ്ധിച്ചതിന്.